ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മതി. നമുക്ക് ഗംഭീരമായിട്ട് ഈസി ആയിട്ട് സെയിൽസ് കൂട്ടിയെടുക്കാൻ പറ്റും. നമ്മളെ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ആ വ്യക്തി സാധനം വാങ്ങാതിരിക്കുന്നത്. അപ്പോൾ സാധനം വാങ്ങണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൂട്ടിയെടുത്താൽ മതി. വിശ്വാസം കൂട്ടിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യുന്നവരാണ് എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. സമയനിഷ്ഠ, നമ്മൾ പറഞ്ഞ ആ സമയം, അവർ എത്ര മണിക്കാണോ നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് ആ സമയത്തിന് ഒരു 5 മിനിറ്റ് മുമ്പേ അവിടെ എത്തിച്ചേരുക. അപ്പോൾ തന്നെ അവർക്ക് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കും. ഇനി അവിടെ എത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ വന്നതാണോ ഇല്ലയോ എന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോട് പറയാം, 5 മിനിറ്റ് ഞാൻ നേരത്തെ വന്നു കേട്ടോ, സോറി കേട്ടോ, കുറച്ച് നേരത്തെ വന്നു, സാർ ഇന്ന് തിരക്കിലാണോ, ഇല്ല മേഡം ഇന്ന് തിരക്കിലാണോ എന്ന് നമ്മൾ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥ. അന്നേരമായിരിക്കും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും ഇയാൾ കൃത്യനിഷ്ഠയുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നവരായി മാറിയാൽ നമുക്ക് സെയിൽസ് കൂട്ടാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് യഥാർത്ഥ നോളജ് ഉണ്ടായിരിക്കണം. നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റ് നമ്മൾ അവതരിപ്പിക്കുന്ന ശൈലി കാണുമ്പോൾ നമ്മളതിൻ്റെ മാസ്റ്ററാണ്, എല്ലാം ഇദ്ദേഹത്തിന് അറിയുന്നതാണ്, ഇദ്ദേഹം പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് അവരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് നമുക്ക് ഏറ്റവും വേണ്ടത്, അതായത് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ പ്രൊഡക്റ്റ്, അവരുടെ പെയിനിനുള്ള ഒരു പരിഹാരമാണ് ഈ പ്രോഡക്റ്റ് എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അത് വിശ്വസിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരു ഗുഡ് ലിസണറായി മാറണം, ഒരു ആക്റ്റീവ് ലിസണറായി മാറണം. ആക്റ്റീവ് ലിസണറാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയുകയും അവരുടെ പെയിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ നമുക്ക് അവരിലേക്ക് ഈ ട്രസ്റ്റ് കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഈ സംഭവം അവരിലേക്ക് നമ്മളുടെ വിശ്വാസം കൂട്ടുന്നതായി കാണാൻ സാധിക്കും. ബന്ധങ്ങൾ സ്ഥാപിക്കുക. നമ്മൾ ആദ്യം തന്നെ കണ്ടൊരു വ്യക്തിയെ പെട്ടെന്ന് സെയിൽസ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അദ്ദേഹം വഴുതി മാറിപ്പോകുന്നതായി കാണാൻ പറ്റും. നേരെ മറിച്ച് അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് പിരിയാൻ പറ്റാത്ത വിധത്തിലൊരു ബന്ധം വെക്കുമ്പോൾ നിങ്ങളോടുള്ള വിശ്വാസ്യത കൂടും. അപ്പോൾ അവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാവുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നല്ല ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാവുക. ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കണ്ട വ്യക്തി 2, 3, 4, 5, 6 തവണ, 10, 20, 100 തവണ എന്ന് തന്നെ പറയും. ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്ന സമയത്താണ് നമ്മൾ ഈ ബന്ധം കൂടിക്കൂടി വരിക, നമ്മൾ വിശ്വാസം കൂടിക്കൂടി വരിക. ആ ഫോളോ അപ്പിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ നോ എന്ന് കേട്ടാൽ ആ നോ എന്ന് നോട്ട് ഫോർ എവർ, എല്ലാ കാലത്തൊക്കെ അല്ല നോ. ചിലപ്പോൾ അവരുടെ കയ്യിൽ അന്നേരം പൈസ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ചിലപ്പം അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ലാവില്ല. നിങ്ങൾക്ക് ഈ ജോലി തന്നെ, ഇതേ കമ്പനി തന്നെ എത്ര കാലം നിങ്ങൾ പ്രവർത്തിക്കുന്ന അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് അവർ നോ പറയാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ ഈ നോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ വിട്ടുകളയത് അവരെ നിരന്തരം ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ട്രസ്റ്റ് കൂട്ടിയാൽ മാത്രമേ ഈ രീതിയിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും അത് നല്ല ഗുഡ് ലിസണറായി നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ട്രസ്റ്റ് കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളോട് അവർക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാനുള്ള വിശ്വാസം കൂടുക. ആ വിശ്വാസം കൂടുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നവരായിട്ട് നല്ല കസ്റ്റമറായിട്ടും മാറുക. എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരായും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.